ഇന്ന് കുറച്ച് ലെങ്തായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇടുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളെ ബീഫ് പൊരിച്ചത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടായിട്ടായിരിക്കും. അല്ല, വീട്ടിൽ പരിപാടിയൊന്നുമില്ല. മോൻ്റെ അടുത്തേക്ക് ഒരാൾ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ പോകുന്നുണ്ട്. അവൻ്റെ റൂമിലേക്കാണ് പോണത്. അപ്പം ഞാൻ കുറച്ച് ബീഫൊക്കെ വാങ്ങിച്ചിട്ട് പൊരിച്ച് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് ബീഫ് വാങ്ങിച്ചപ്പോൾ തന്നെ നല്ല കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ കുറച്ചും കൂടെ ചെറുതാക്കാനൊക്കെ അതിൽ വലിയ വലിയ പീസുകളുണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്ത് നല്ലോണം വാഷ് ചെയ്ത് ഞാൻ മസാലകളൊക്കെ ചേർത്ത് കുക്കറിൽ വേണം വേവിക്കാനിട്ട്. ഒരു 4 വിസിലടിക്കണം. ഹാഫ് വേവിൽ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതിലേക്കുള്ള മസാലകളൊക്കെ ഞാൻ ചേർത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ. അതിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, വലിയ ജീരകം പൊടിച്ചത്, ഇഞ്ചി വെളുത്തുള്ളി, ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം വെള്ളം കൂട്ടാതെ കുഴച്ചെടുക്കട്ടോ. വെള്ളം കൂട്ടാതെ കുഴച്ചിട്ട് പിന്നെ ഞാനിതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കിയ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചേർക്കുന്നുണ്ട്. അത്രയും പോലും ചേർക്കണ്ട. ഇതിൽ നിന്ന് തന്നെ കുക്കറിൽ വേവിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം നെയ്യൊക്കെ ഇങ്ങനെ ഇതായിട്ട് വരും. പിന്നെ അപ്പോൾ വെള്ളം ഒഴിക്കാതെ വേവിച്ചാൽ മതി. ചൂടായി വരുമ്പോൾ തന്നെ വെള്ളം വരും. അങ്ങനെ ഒരു 4 വിസിലടിക്കുക കേട്ടോ. അധികം വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മളിത് മൂപ്പിച്ച് പൊരിച്ചെടുക്കാനുള്ളതാണ്. അപ്പം അതിൽ കിടന്ന് ഇങ്ങനെ ഇളക്കുമ്പം വെന്താലും ഉടഞ്ഞു പോകും. അപ്പോൾ അതൊരു ടേസ്റ്റ് ഇല്ലാതാവും. അപ്പോൾ അത് വേണ്ട, നമ്മൾ അധികം വേവിക്കാതെ തന്നെ ഹാഫ് വേവിൽ എടുക്കുക. അതുപോലെ തന്നെ അവിടെ ബീഫും മട്ടനും ചിക്കനൊക്കെ നല്ലോണം, മീനൊക്കെ നല്ലോണം ദുബായിൽ കിട്ടാഞ്ഞിട്ടല്ല, നമ്മളെ നാട്ടിൽ നിന്ന് നമ്മളെ കൈകൊണ്ട് ഉമ്മമാരെ കൈകൊണ്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തയക്കുമ്പോൾ അത് മക്കൾക്ക് ഭയങ്കര സന്തോഷമല്ലേ അവർക്കത് അവിടെ കിട്ടുമ്പോൾ. അപ്പോൾ അങ്ങനെ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കൊടുത്തയച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ബീഫ് വെന്തിട്ടുണ്ട്. നമ്മൾ ഒരു വലിയൊരു ഉരുളിയൊക്കെ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ അതുപോലെ കുറച്ച് ഉലുവ, വേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത്, ചെറിയ നമ്മളെ കൊച്ചുള്ളി ഇല്ല, അത് നല്ലോണം ചെറിയതാക്കിയിട്ട് അരിഞ്ഞിട്ട് അത് നല്ലോണം മൂപ്പിച്ചെടുക്കട്ടോ. നല്ലോണം മൂപ്പിച്ചെടുത്തിട്ട് വേണം ബീഫ് അതിലേക്ക് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാൻ. അപ്പം നല്ലോണം മൂത്തതിൻ്റെ ശേഷം ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ബീഫ് മാത്രമല്ല കേട്ടോ ഞാൻ കൊടുത്തയച്ചത്. ഞാൻ കുറച്ച് പലഹാരം ഉണ്ടാക്കിയിട്ട്, വെട്ട് കേക്ക് അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് അത് കുറച്ച് ബേക്കറി പുറത്തുനിന്ന് വാങ്ങിച്ച്, അതുപോലെ പപ്പടം ഭയങ്കര ഇഷ്ടമാണ് അവനക്ക്. പപ്പടം എത്ര കൊടുത്താലും തിന്നും. അപ്പോൾ ഞാൻ കുറച്ച് അധികം പപ്പടം വാങ്ങിച്ച്, പിന്നെ അതേപോലെ തന്നെ ഡ്രസ്സ് ഒരു 3-4 ടീഷർട്ടൊക്കെ അവിടെ നല്ലോണം കിട്ടും. പക്ഷേ ഞാൻ ഇവിടുന്ന് അവനക്ക് ബർത്ത്ഡേക്കൊക്കെ എപ്പോഴും എടുത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഒന്നും എടുത്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവൻ്റെ റൂമിലേക്കൊന്നും ആൾ പോകണത് ഉണ്ടായിരുന്നില്ല. അപ്പം അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അവനക്ക് കുറച്ച് ഡ്രസ്സും കൂടെ എടുത്ത് എല്ലതും പാക്ക് ചെയ്ത് നല്ല അവിടെ കിട്ടിയതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ളൊരു മടി കാരണം അവിടെ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്തിട്ടിട്ട്. അപ്പോൾ നമ്മളെ ബീഫ് ഇതാ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇനിയൊരു വീഡിയോ ആയിട്ട്, ഇതിനേക്കാളും നല്ല വീഡിയോകളുമായിട്ട് ഇനിയും വരുന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ ഇനി വേറൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.